ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ഇന്നലെ രാത്രി ഇ ഡി അറസ്റ്റ് ചെയ്തു. ഇ ഡി നേരത്തെ 9 പ്രാവശ്യം സമൻസ് കൊടുത്തു. സമൻസ് കിട്ടിയിട്ട് വഴങ്ങിയില്ല കേജ്രിവാള്. അതുകൊണ്ട് ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് കേജ്രിവാൾ പോയി. ഡൽഹി ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല. തൊട്ടുപുറകെ ഇ ഡി സിവിൽ ലൈൻസിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി. വലിയ സന്നാഹത്തോടെയായിരുന്നു എത്തിയത്. AAP പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് അറിയാം, 144 പ്രഖ്യാപിച്ചു. തൊട്ടുപുറകെ ഡൽഹി പോലീസ്, അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ, അവിടുത്തെ RRF, അതുപോലെയുള്ള പോലീസ് സേനകളെല്ലാം വളഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെത്തി. പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേജ്രിവാളിനെ 7 മണിക്ക് ചോദ്യം ചെയ്തു. അതിനുശേഷം 9 മണിക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. രാത്രി 11 മണിക്ക് ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയി. 100 കോടിയുടെ അഴിമതിയിൽ, ആ ഗൂഢാലോചനയിൽ കേജ്രിവാളിന് പങ്കുണ്ട് എന്നാണ് ആരോപണം. ഡൽഹിയിലെ കേജ്രിവാൾ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ 2021 നവംബർ 17 അദ്ദേഹം പുതിയ മദ്യനയം പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ പല പല കടകൾക്കും പ്രത്യേക ലൈസൻസ് മദ്യം വിൽക്കാൻ കൊടുത്തിരുന്നത് പൊതുവായി മൊത്തമായി ലേലം ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് അവിടുത്തെ ഗവർണർ സക്സേന പ്രഖ്യാപിച്ചു. ഡൽഹി പോലീസ് ആക്ട് പ്രമാണിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയാലും ശരി, അവിടെ നിലവിലുള്ള ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ചാണ് CBI പ്രവർത്തിക്കുന്നത്. CBIയുടെ പ്രാഥമിക റിപ്പോർട്ട് വന്നു, ഇതിനകത്ത് അഴിമതി ഉണ്ടെന്ന്. ആ ഡൽഹി ഉപമുഖ്യമന്ത്രിയെ ആദ്യം കഴിഞ്ഞ ഫെബ്രുവരി 2023 അറസ്റ്റ് ചെയ്തു. തൊട്ടുപുറകെ രാജ്യസഭ അംഗം സിസോദിയ അറസ്റ്റിന്റെ പുറമെ സഞ്ജയ് ദത്ത് എന്ന രാജ്യസഭ അംഗത്തിനെ, AAPയുടെ അംഗത്തിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിൽ രണ്ടുപേരും പല പ്രാവശ്യം ജാമ്യത്തിന് ശ്രമിച്ച് ജാമ്യം കിട്ടിയില്ല. 100 കോടിയുടെ അഴിമതി നടത്തിയതിനകത്ത് ഹൈദരാബാദിലെ കവിത, അവിടുത്തെ ചന്ദ്രബാബു നായിഡുവിന്റെ മകള് കവിതയ്ക്ക് പങ്കുണ്ടെന്ന് വന്നു. കവിതയെ 2 ആഴ്ച മുമ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരെ റിമാൻഡ് ചെയ്തു. ഈ ഗൂഢാലോചനയ്ക്കകത്ത് മുഖ്യമന്ത്രി കേജ്രിവാളിന് പങ്കുണ്ട് എന്നാണ് ആരോപണം. ഗോവ നിയമസഭയിലെ AAPയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിരുന്നു. ഈ 100 കോടി രൂപ അവിടെ ചെലവഴിച്ചു. AAP അവിടെ ചെലവഴിച്ചെന്നാണ് ആരോപണം. ഏതായാലും ഈ നേരത്തെ ഇതിനോടനുബന്ധിച്ച് മലയാളിയായ പാലക്കാട്ട് പേരുകളുള്ള വിജയ് നായരെ, ബോംബെയിലാണ് അങ്ങനെ ഈ ലിക്കർ ബിസിനസ്സുകാരൻ, അയാളെ അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 2022 ആദ്യം മലയാളിയെ അറസ്റ്റ് ചെയ്തു. തൊട്ടുപുറകെ ഹൈദരാബാദ് മദ്യ വ്യവസായി അരുൺ രാമേന്ദ്രൻ പിള്ളയെയും അറസ്റ്റ് ചെയ്തു. അവിടെ സൗത്ത് ഗ്രൂപ്പ് എന്ന ഒരു മദ്യവ്യവസായ ഗ്രൂപ്പിലെ 30% ഷെയർ ആ നേരത്തെ ഹൈദരാബാദിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകള് കവിതയ്ക്കുണ്ട് എന്നാണ് ആരോപണം. അങ്ങനെയാണ് കവിതയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. നമുക്കറിയാം, ED കഴിഞ്ഞ 2024 ജനുവരിയിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുന്ന തൊട്ടു മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതുകൊണ്ട് നിയമപ്രശ്നം ഉണ്ടായില്ല. ഇവിടെ മുഖ്യമന്ത്രി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള നിയമപ്രശ്നം ഇവിടെ വരും. മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു പദവിയാണ്. അതിൽ നീക്കം ചെയ്യാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു ഗവർണറെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? വൈസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇന്ത്യൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? പ്രോട്ടോകോളാണ്. അതേസമയത്ത് പ്രൈം മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാണ്. കാരണം മറ്റേതൊക്കെ ഭരണഘടനാപരമായ ഓരോ പോസ്റ്റുകളാണ്. ഡൽഹിയിലെ കാര്യവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത് നിയമപ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ഇപ്പം സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇന്നത് പരിഗണന എടുക്കും എന്ന് പറയുന്നു. എടുത്തില്ലെങ്കിലും
മുഖ്യമന്ത്രിയെ ED ചോദ്യം ചെയ്ത് റിമാൻഡിലേക്ക് പോകും, അവർ കസ്റ്റഡി വാങ്ങും. പക്ഷെ ഇത് 120B ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. ആകെ ED പറയുന്നത് ഈ ഗൂഢാലോചനയില് ഈ മദ്യവ്യവസായത്തിൽ ഉൾപ്പെട്ടിരുന്നവരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അത് സംസാരിക്കും മുഖ്യമന്ത്രിയല്ലേ, അവർ മദ്യനയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ മദ്യനയം ആരോപണം വന്നപ്പം അവര് അത് 2022 തന്നെ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ആ പുതിയ നയം ക്യാൻസൽ ചെയ്തു. അതൊരു മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് അത് ക്യാൻസൽ ചെയ്ത്? ഒരു സർക്കാരിന് അതൊരു പോളിസി നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ആ പോളിസി അനുസരിച്ചുള്ള ഒരു മദ്യനയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അഴിമതി ഉണ്ടെങ്കിൽ അഴിമതിയായിട്ട് കിടക്കട്ടെ. ആ ഒരു നയം എന്തിനാണ് മാറ്റിയത്? അതെന്തായാലും AAPക്ക് ക്ഷീണമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിമാരെ പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ED. അത് അഴിമതിയില്ലാതെ ഇന്ത്യയിലെ രാഷ്ട്രീയമൊന്നും വളരില്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെ. നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടിന്റെ അനുസരിച്ച് അത് എത്ര 1000 കോടി രൂപയാണ് ഓരോരുത്തരും അഴിമതിയുടെ പണം വാങ്ങിച്ച് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആരും പുണ്യാളന്മാരാണെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും സുപ്രീം കോടതി ഇന്ന് കേജ്രിവാളിന്റെ ജാമ്യം പരിഗണിച്ചില്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകും. പക്ഷെ കേജ്രിവാളിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. അതിന്റെ കാരണം, കേജ്രിവാളിന്റെ അറസ്റ്റ് നടത്തി, അതിനുശേഷം ചോദ്യം ചെയ്തു. ഇനിയിപ്പോ കസ്റ്റഡി വാങ്ങിച്ച ശേഷമായിരിക്കും ജാമ്യത്തിന് പോകുന്നത്. മുഖ്യമന്ത്രി പദത്തിരിക്കുന്ന ഒരാളെ ആ സ്ഥാനം ത്യാഗം ചെയ്യാതെ അറസ്റ്റ് പറ്റുമോ എന്നുള്ള 100 പ്രശ്നങ്ങളുണ്ട്. ഹേമന്ത് സോറന്റെ കാര്യത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം രാജിക്കത്ത് എഴുതി ഗവർണർക്ക് കൊടുത്തിട്ടാണ് പോയത്. ED അദ്ദേഹത്തിനെ കൊണ്ട് ഗവർണറുടെ വസതിയിലെത്തി രാജിക്കത്ത് കൊടുത്ത ശേഷമാണ് അറസ്റ്റ് എഫക്ട് ചെയ്തത്. ഇവിടെ ആ നിയമ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവരുടെ മന്ത്രിസഭയിലുള്ള അതിഥി, ആ മന്ത്രി അവർ പറഞ്ഞു കഴിഞ്ഞു ജയിലിലിരുന്ന് അവിടെ ഭരണം നടത്തും എന്ന്. രാജിക്കത്ത് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഇന്ത്യയിലെ ഏകാധിപത്യം വളർന്ന് വരും. ഏത് മുഖ്യമന്ത്രിയും ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അറസ്റ്റ് ചെയ്യാം എന്ന ഒരു ധാരണ വന്നാൽ അത് ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോകും. എങ്കിൽ തന്നെയും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഇപ്പൊ അൺറസ്റ്റിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൽഹിയിൽ ഏതായാലും അതിരൂക്ഷമായ സമരം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പഞ്ചാബിലും അവിടെ AAP ആണ് ഭരിക്കുന്നത്. ഗോവയിലും അവർ ശക്തമാണ്. ഇന്ത്യ എന്ന ആ പാർട്ടി സംഘടനകൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരും സമരരംഗത്തേക്ക് വരുന്നു എന്നാണ് കരുതുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.